എങ്ങനെയാണ് ഈ പക്ഷികൾ വിമാനത്തിനെ തകർക്കുന്ന വലിയ ബോംബുകൾ പോലെ പ്രവർത്തിക്കുന്നതെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സാധാരണയായി പല വിമാനങ്ങളിലും പക്ഷികൾ വന്നിടിക്കാറുണ്ട്. പക്ഷേ അവയ്ക്ക് കാര്യമായ അപകടങ്ങളൊന്നും സംഭവിക്കാറില്ല. പക്ഷേ ആ കൂട്ടിയിടി എന്നത് വിമാനത്തിന്റെ എഞ്ചിൻ ഭാഗത്താണെങ്കിൽ മാത്രമേ അത് വലിയ ദുരന്തത്തിലേക്ക് വഴിവെക്കുകയുള്ളൂ. ഇപ്പോൾ ഏതൊരു വിമാനത്തിന്റെ ചിറകുകളിലേക്ക് നോക്കിയാലും ഓരോ ചിറകിലും ഓരോ എഞ്ചിനുകളെ കാണാൻ സാധിക്കും. ഈ എഞ്ചിനുകളാണ് വിമാനത്തിനെ മുന്നോട്ട് നയിക്കുന്നത്. നമുക്കറിയാം, ഇത്രയും ഭാരമുള്ള ഒരു വിമാനം പറക്കണമെന്നുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള ത്രസ്റ്റ് ഇതിന് ആവശ്യമായി വരും. ഇതിനായി കൂടുതൽ വായുവിനെ ഉള്ളിലേക്ക് വലിച്ചെടുത്ത് എഞ്ചിന്റെ പുറകിലൂടെ പുറന്തള്ളുന്നു. ഇതിനായി എഞ്ചിനുകൾക്കുള്ളിലെ ടർബൈനുകൾ അതിശക്തമായിട്ടായിരിക്കും കറങ്ങുക. ഇങ്ങനെ കറങ്ങുന്ന ടർബൈൻ്റെ ഉള്ളിലൂടെ അനവധി പക്ഷികൾ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ അത് എഞ്ചിന്റെ ഉള്ളിൽ സ്റ്റക്ക് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ എഞ്ചിനുള്ളിൽ സ്റ്റക്കായിട്ടുണ്ടെങ്കിൽ ആ ഒരു എഞ്ചിൻ തന്നെ സ്റ്റക്ക് ആവുകയും അതിന്റെ പ്രവർത്തനം നിലയ്ക്കുകയും ചെയ്യും. പക്ഷേ ഒരു എഞ്ചിൻ തകരാറിലായി കഴിഞ്ഞാൽ പോലും മറ്റൊരു എഞ്ചിൻ ഉപയോഗിച്ച് വിമാനം പ്രവർത്തിക്കാൻ സാധിക്കും. പക്ഷേ രണ്ട് എഞ്ചിനുകളിലും ഇത്തരത്തിലുള്ള കൂട്ടമായിട്ടുള്ള പക്ഷികളുടെ ആക്രമണം ഉണ്ടായാൽ മാത്രമേ വിമാനം തകരുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയുള്ളൂ.